ഹായ് ഫ്രണ്ട്സ്, അങ്ങനെയുള്ള പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. 10 ദിവസത്തെ ഗോവ ജീവിതമൊക്കെ അടിച്ചു പൊളിച്ചതിന് ശേഷം നമ്മളിപ്പോ പോകുന്നത് ഗോകർണയിലേക്കാണ് കേട്ടോ. അപ്പം നമ്മുടെ കാർവാർ നഗരത്തിന് സമീപമാണ് മഹാബലേശ്വർ എന്ന് പറഞ്ഞ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അതൊരു മഹാശിവക്ഷേത്രമാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ക്ഷേത്രമാണ്. ഒരുപാട് ടൂറിസ്റ്റുകൾ വരെ വരുന്ന ഒരു ക്ഷേത്രമാണ്. അപ്പം ആ ക്ഷേത്രത്തിലൂടെ നമ്മൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട്, അത് സ്ഥിതി ചെയ്യുന്നത് തന്നെ നമ്മുടെ അറബിക്കടലിന്റെ തീരത്താണ്. അപ്പം ഗോകർണയിലെ ബീച്ചുകളെല്ലാം കയറിയിട്ടാണ് ഇനി നമ്മുടെ അടുത്ത യാത്ര. അപ്പൊ നിങ്ങൾ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. പിന്നെ ഗോവയിലെ ഒരുപാട് ബീച്ചുകളിൽ നമ്മൾ പോയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇവിടെ നമുക്ക് പോകാൻ പറ്റുന്നിടത്തൊക്കെ പോയിട്ടുണ്ട്. ആ വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കയറി കണ്ടേക്കണം. ഗോവ ജീവിതം എങ്ങനെ ഉണ്ടായിരുന്നെന്ന് ഞങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ അടിച്ചു പൊളിച്ചെന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല. പിന്നെ ഒരു വിഷമം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ നമ്മൾ ചില ബീച്ചുകളിലൊക്കെ പോകുമ്പോൾ ഒരുപാട് ഫോറിനേഴ്സിനെ കാണുമായിരുന്നു. ഇപ്രാവശ്യം ചെന്നിട്ട് അങ്ങനെയൊന്നും ആരെയും കാണാൻ പറ്റിയില്ല. കാര്യം തിരക്കിയപ്പോഴാണ് അറിയുന്നത് എല്ലാരും ശ്രീലങ്കയിലേക്ക് പോവാണ്, ഇവിടെ ഭയങ്കര ചാർജ് ആണെന്ന് പറഞ്ഞത്. കാരണം ഫോറിനേഴ്സിനെ മാത്രം ഉദ്ദേശിച്ചിട്ടാണ് ടൂറിസം ഭയങ്കരമായിട്ട് സീസൺ ടൈമിൽ അവര് സെറ്റപ്പ് ആക്കി എടുക്കുന്നത് തന്നെ. അവരിൽ നിന്നാണ് അവർക്ക് കൂടുതൽ വരുമാനം കിട്ടുന്നത്. അപ്പൊ ഈ വരുമാന സ്രോതസ് തന്നെ അടഞ്ഞ ഒരവസ്ഥയാണ്. എല്ലാരും നിരാശയിലാണ്. അങ്ങനെ എന്തായാലും ഇനി നമ്മുടെ കേരളത്തിലാണെങ്കിലും ശരി, ഗോവയിലാണെങ്കിലും ശരി, ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകളെ കൊണ്ടുവരാൻ വേണ്ടി, അത് ഫോറിനേഴ്സിനെ കൊണ്ടുവരാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ഭയങ്കരമായിട്ട് ഉചിതമായിരിക്കും. അപ്പം ഈ ടൂറിസത്തിന്റെ വിഭാഗത്തിലുള്ള മന്ത്രിയോ ആരെങ്കിലും ഒക്കെ ഇതിനു വേണ്ടി നമ്മൾ ശ്രമിച്ച് മുന്നോട്ട് പോവുക. അങ്ങനെ കുറെ ദൂരം വണ്ടി യാത്ര ചെയ്ത് കഴിഞ്ഞപ്പം ഇടയ്ക്ക് ദേ ഇവിടെ നിന്ന് ഇറങ്ങി നിന്നതാ. ഇവിടെ എത്തിയപ്പോ നല്ല രസമുണ്ട് ഇവിടെയൊക്കെ കാണാൻ വേണ്ടി. കുറച്ചു നേരം ഇവിടെയൊക്കെ കണ്ട് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് നല്ല കാറ്റൊക്കെ കൊണ്ട് നിന്നിട്ട് പോകാന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ. ഇതുപോലുള്ള യാത്രയൊക്കെ ചെയ്യുമ്പം ഇതുപോലെ 2 വീലറിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഇടയ്ക്കൊക്കെ ഇറങ്ങി ഇങ്ങനെ നിൽക്കാൻ പറ്റും അല്ലെ. അങ്ങനെ കുറച്ചു നേരമൊക്കെ അവിടെ നിന്ന് നല്ല രസമില്ലേ ഇവിടെ കാണാൻ. വേണ്ട, അതിനുശേഷം വണ്ടി എടുത്തിട്ട് നേരെ വിടുവാണ്. വേറെ പെട്രോൾ അടിച്ചിട്ടില്ലായിരുന്നു. പെട്രോളും കൂടെ അടിച്ചിട്ട് പോകാന്ന് പറഞ്ഞ് പെട്രോൾ പമ്പിൽ നിർത്തിയതാണ്. അങ്ങനെ നമ്മൾ ഗോവ കഴിയുകയാണ് കേട്ടോ. ഇതാണ് ചെക്ക് പോസ്റ്റ്, ഗോവയിലേക്ക് കയറുന്നത് അല്ലേ. ഗോവയിൽ നിന്ന് നമ്മൾ വിട വാങ്ങുവാണല്ലേ. ഗോവ കഴിഞ്ഞല്ലോ. അപ്പം അങ്ങനെ നമ്മൾ ഗോവ കഴിഞ്ഞേട്ടാ. അങ്ങനെ നമ്മള് ഗോവയിൽ നിന്നും ഇപ്പൊ കർണാടക വഴി പോവാണ് കേട്ടാ. വേണ്ട, കർണാടകയിൽ കൂടെ പോകുമ്പോൾ ഉള്ള കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത്. അതായത് ഗോവയും കർണാടകയൊക്കെ ഏതാണ്ട് ഒരേപോലെയൊക്കെ തന്നെ ഇരിക്കുമല്ലേ. അതെ അതെ, പക്ഷെ ഭയങ്കര തിരക്കൊന്നും ഇല്ലല്ലോ അല്ലേ. റോഡിലൊന്നും വലിയ തിരക്കില്ല. അത് തന്നെ ഭയങ്കര ഭാഗ്യം. ഞാനോർത്ത് നമ്മുടെ നാട്ടിലൊക്കെ പോലെ ഇങ്ങനെ തിങ്ങി നിറഞ്ഞ് ഇടിച്ചു കയറിയ വാഹനങ്ങൾ പോവാന്നായോണ്ടാണ് തോന്നുന്നത്. എന്നാലും അങ്ങനെ ഇടയ്ക്കൊക്കെ ഓരോ വണ്ടി പോയില്ല അങ്ങനെയൊക്കെയാണ്. 2 വീലറിനെ ഒന്നും വിരളമാണ് കാണുന്നത്. ഇടയ്ക്ക് ഞങ്ങൾക്ക് ധൈര്യത്തില് പോയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇത് ഗോകർണ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഗോകർണ ആകാറായിട്ടുണ്ടോ? ഗോകർണ ഇവിടുന്ന് കട്ട് ചെയ്ത് ഗോകർണയിലേക്ക് കയറാം. ഈ ഗോവയിൽ കുറച്ചു ദൂരം പോകുമ്പോഴാണ് ഗോകർണ. ഗോവയിലല്ലോ, കർണാടക. കുറച്ചു ദൂരം പോകുമ്പോ ഗോകർണ എന്ന് പറഞ്ഞ സ്ഥലമാണ്.
അടിപൊളി സ്ഥലമാണ് കേട്ടോ. കർണാടകയിലെ മനോഹരമായ കാഴ്ചകൾ നിങ്ങൾ ഈ കാണുന്ന റോഡൊക്കെ കണ്ട നല്ല രസമുണ്ട്. നമ്മുടെ നാട് പോലെയാണ്. കണ്ടിട്ട് പറയണം കേട്ടാ എങ്ങനെയുണ്ട് കർണാടക എന്നൊക്കെ. കർണാടക ഇഷ്ടം പോലെ ഓടാനുണ്ട് കേട്ടോ. കർണാടക സ്റ്റാർട്ട് ആയതേ ഗോകർണ കണ്ട ബോർഡ് കണ്ട ഗോകർണ ലെഫ്റ്റിലോട്ടാ ഗോകർണയിലേക്ക് പോകണം. റൈറ്റിലേക്ക് സോറി കേട്ടാ റൈറ്റ്. मैडम गोकर्ण कितने किलोमीटर 10 കിലോമീറ്റർ. ഇവിടുന്ന് 10 കിലോമീറ്റർ ഉണ്ട് ഗോകർണ കേട്ടാ. ഗോകർണ ഇനി കണ്ടില്ലെന്ന് വേണ്ട. നിങ്ങളെല്ലാരും പിണങ്ങിയാലോ ഗോകർണ കാണിച്ചില്ലല്ലോ ഇതെന്താ മീൻകാരിക്കണം. അതൊക്കെ ഇഷ്ടംപോലെ മീൻ കിട്ടും കേട്ടാ. നമ്മള് കുറച്ച് കഴിഞ്ഞിട്ട് 10 കിലോമീറ്റർ കട്ട് ചെയ്ത് നമ്മള് ഗോകർണയിലേക്ക് പോവാട്ടാ. അങ്ങനെ നമ്മള് ഗോകർണ ബീച്ചിന്റെ അടുത്ത് എത്താറായപ്പോ കേട്ടാ. ഭയങ്കര തിരക്ക്. ഇവിടെ വന്നപ്പോഴത്തേക്ക് ഭയങ്കര തിരക്ക്. ഗോകർണയുള്ള ആൾക്കാരെയൊക്കെ കണ്ട. അങ്ങനെ ഞങ്ങളിതാ ഗോകർണ ക്ഷേത്രത്തിന്റെ വാതിക്ക് എത്തിയേക്കുവാണ് കേട്ടോ. കർണാടകയുടെ പടിഞ്ഞാറൻ തീരത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് തന്നെ. മഹാബലേശ്വർ ക്ഷേത്രം എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത് കേട്ടോ. ഇന്ത്യയിലെ തന്നെ ഏറ്റവും പുണ്യ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണ്. പിന്നെ ഈ ശിവക്ഷേത്രമാണിത്. ഇവിടെ വന്നിട്ടുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം. എന്തായാലും ഇങ്ങനെ ഒരു ക്ഷേത്രം കാണാൻ പറ്റിയതിൽ മഹാഭാഗ്യം. ഇതിന്റെ ഇടയിൽ കൂടെ വേണം നമുക്ക് ഓരോ സ്ഥലത്തോട്ടും ഒക്കെ പോകാം, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ. ശിവന്റെ പുണ്യ സ്ഥലങ്ങളിൽ ഒന്നാണിത്. നിരവധി പുരാണങ്ങളിലും രാമായണങ്ങളിലും മഹാഭാരതത്തിലും ഒക്കെ ഇതിനെക്കുറിച്ച് പരാമർശമുണ്ട്. എന്ത് വലിപ്പമുള്ള ക്ഷേത്രമാണെന്ന് നോക്കിയേ. എവിടുന്ന് എവിടം വരെ ഉണ്ടെന്ന്. എന്തോരം തീർത്ഥാടകരാണ് വരുന്നതെന്ന് നോക്കിയേ. ശബരിമലയിലൊക്കെ പോകുന്ന പോലെയാണ് ഇവിടെ ആൾക്കാർ വരുന്നത് കേട്ടോ. ശബരിമല, പഴനി, ഇവിടെയൊക്കെ ധാരാളം കടകളുണ്ട്. മറ്റേ കരകൗശല സാധനങ്ങളൊക്കെ വിൽക്കുന്ന, പുരാവസ്തുക്കളൊക്കെ വിൽക്കുന്ന കടകളാണ് ഏറ്റവും കൂടുതൽ. നോക്കിയേ, ഇതെല്ലാം ക്ഷേത്രത്തിന്റെ ഭാഗങ്ങളാണ്. എത്ര കണ്ടാലും തീരാത്ത കാഴ്ചകളാണ് കേട്ടോ. വേണ്ട, ധാരാളം ഫോറിനേഴ്സ് ഇവിടെ നിൽപ്പുണ്ട്. വേണ്ട, അവര് വരെയാണ് ഇവിടെ വരുന്നത്. വേണ്ട, എന്ത് തിരക്കാണെന്ന് നോക്കിയേ. എന്തായാലും ഇങ്ങോട്ട് വന്നതുകൊണ്ട് ഇതൊക്കെ ഒന്ന് കാണാൻ പറ്റി, നിങ്ങളെയും കാണിക്കാൻ പറ്റി. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടാ. നിങ്ങളുടെ വീട്ടിൽ ഇരുന്നിട്ട് നിങ്ങൾക്ക് ഈ ക്ഷേത്രമൊക്കെ കാണാൻ പറ്റിയില്ലേ? എന്റെ അകത്ത് കയറാൻ പറ്റില്ല എന്നല്ലേ ഉള്ളു, പുറത്തൂടെ എല്ലാം കാണാൻ പറ്റി. ഷിറ്റ്സു ഇരിക്കുന്ന കണ്ട, ഒരു നായ്ക്കുട്ടൻ. ഇതെല്ലാം ഇവിടെ വന്നിട്ട് പോകുന്നവരാ. വന്നും പോയി ഇങ്ങനെ ആൾക്കാര്. എപ്പോഴും നല്ല തിരക്കുള്ള ഒരു സ്ഥലമാണ് ഈ ക്ഷേത്രത്തില്. എനിക്ക് തോന്നുന്നു 365 ദിവസവും ഇതുപോലെ തീർത്ഥാടകർ വന്നുകൊണ്ടിരിക്കുമെന്നാണ് തോന്നുന്നത് കേട്ടോ. എന്തായാലും ഭാഗ്യത്തിന് വലിയ നമ്മള് തിക്കും തിരക്കിലും ഇടിയിലൊന്നും പെടാതെ ഇവിടം വരെ എത്തി. ഞാൻ ആദ്യം കണ്ടപ്പോ ഒരിക്കലും ഓർത്തല്ലേ ഇതിലെ കൂടെ നമുക്ക് ഇങ്ങോട്ട് വരാൻ പറ്റൂന്ന് തന്നെ. ഇപ്പോഴും ഈ ക്ഷേത്രത്തിന്റെ ഭാഗങ്ങൾ തീർന്നിട്ടില്ല. കണ്ട, എവിടുന്ന് എവിടം വരെയാണെന്ന് നോക്കി. അങ്ങനെ നമ്മള് ഗോകർണ ബീച്ചിൽ എത്തിയിട്ട കാണുന്ന ഗോകർണ ബീച്ച്. നല്ല വെയിലുണ്ട്, എന്നിട്ടും ഭയങ്കര ആളാ. ഒട്ടകത്തിന്റെ പുറത്തൊക്കെ കയറ ഒട്ടകമൊക്കെ ഉണ്ട് കേട്ടാ.
ഇങ്ങോട്ട് വരുംതോറും ദേ നോക്കി എന്തോരം മീനാണ് ഉണക്കായിട്ടേക്കുന്നതെന്ന്. ഓലയുടെ പുറത്ത് ഉണക്കാനിട്ടേക്കുവാണ്. കൂടാതെ നിറയെ കുടിലുകൾ കാണാം. ഇതൊക്കെ കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയുണ്ട്. ഇപ്പോഴത്തെ കാലത്ത് ഇതൊന്നും കാണാനേ ഇല്ല അല്ലെ? ചെറ്റക്കുടിലൊക്കെ പഴയതുപോലെ എവിടെയെങ്കിലും ഉണ്ടോ? അപ്പൊ തീരദേശ മേഖലയിൽ കൂടെ ഇങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുവാണ്. എന്ത് രസമാന്ന് നോക്കിയേ. അപ്പം ഇവിടുന്നൊക്കെ നിറയെ മീൻ മേടിക്കാൻ കിട്ടും. കാരണം ഏറ്റവും കൂടുതൽ കടലുള്ള പ്രദേശങ്ങളാണ്. പല പല ഭാഗത്തോട്ട് ഒരുപാട് കടലുകളുണ്ട്. പറ്റുന്ന ബീച്ചിലൊക്കെ കയറിയിട്ട് ഞങ്ങൾ എന്തായാലും തിരിച്ചു പോകത്തുള്ളൂ. ഇവിടെ ഒരു റെസ്റ്റോറന്റ് ഉണ്ട്. അപ്പൊ ഇവിടെ വണ്ടി എന്തായാലും പാർക്ക് ചെയ്തിട്ട് ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇനി ബീച്ചിലൊക്കെ ഇറങ്ങി കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടിട്ട് പോകാന്ന് കരുതുന്നു. കാരണം ഉച്ചയായതുകൊണ്ട് നല്ല വിശപ്പുണ്ട്. അങ്ങനെതാ ആദ്യം തന്നെ റെസ്റ്റോറന്റിന്റെ അകത്തൊന്നും കയറിയില്ല. നേരെ ബീച്ചിലേക്കാണ് വെച്ച് വിട്ടത് കേട്ടോ. ഈ ബീച്ചിന്റെ പ്രത്യേകത എന്തുവാന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം തിരക്കൊന്നും ഇല്ലാത്തൊരു ബീച്ചാണ്. ഇത് കണ്ട, അതിന് കാരണമുണ്ട്. ഇത് തീർത്ഥാടന കേന്ദ്രമാണ്. ശിവക്ഷേത്രമില്ലേ, ഗോകർണ ക്ഷേത്രം, അതായത് മഹാബലേശ്വർ ക്ഷേത്രത്തിനോട് ചേർന്ന് കിടക്കുന്ന ഒരു ബീച്ചാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ തീർത്ഥാടകർ വരുന്ന ബീച്ചാണ്. ആ ക്ഷേത്രത്തിൽ വരുന്ന തീർത്ഥാടകർ മൊത്തം ഇവിടെ വരാതെ പോകത്തില്ല. അതാണ് നമ്മൾ ഇങ്ങോട്ട് വരും തോറും നിറയെ പുറം സ്ഥലത്തേക്ക് വണ്ടികളൊക്കെ കിടക്കുന്നത് കണ്ട. എന്തായാലും ഹെൽമെറ്റ് വെച്ചോണ്ട് ബീച്ചിൽ വന്നേക്കുവാണ് കേട്ടോ. അത്രയ്ക്ക് ഭയങ്കര വെയിലാണ്. പോലീസിൽ നിന്നും പിന്നെ നമ്മുടെ ജീവന് നമ്മള് സുരക്ഷയ്ക്ക് വേണ്ടിയൊക്കെ ഹെൽമെറ്റ് വെക്കുന്നത്. ബീച്ചിൽ വരുമ്പം വെയിലേൽക്കാതെ ഇരിക്കാൻ വേണ്ടി, സൂര്യാഘാതം ഏൽക്കാതെ ഇരിക്കാൻ വേണ്ടി ഹെൽമെറ്റ് വെക്കുന്നത് ആദ്യമായിട്ടായിരിക്കും നിങ്ങൾ കാണുന്നത്. ഇതൊക്കെ ഒരു ശീലമാകട്ടെ അല്ലേ? ഒരാൾ വെച്ച് കണ്ടാലല്ലേ മറ്റുള്ളവരും വെക്കത്തുള്ളൂ. ഇത് കണ്ട, ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് ഇങ്ങനെ വിജനമായിട്ട് കിടക്കുവാണ്. ആദ്യം നമ്മൾ കയറി വന്ന ഭാഗത്ത് ഭയങ്കര തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഒരു തീർത്ഥാടന കേന്ദ്രം ആകുമ്പോൾ അതിൻ്റെതായി പാലിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഈ ബീച്ച് ഇങ്ങനെ അത്രയ്ക്ക് വൃത്തിയും വെടുപ്പുമായിട്ട് കിടക്കുന്നത്. ഒരഴുക്ക് പോലെ എവിടെയെങ്കിലും ഉണ്ടോ? നമ്മളൊരു ക്ഷേത്രം എത്ര വൃത്തിയോടും വെടുപ്പോടും കൂടി അതിന്റെ ഓരോ ചിട്ടകളും പരിപാലിച്ചിട്ടാണ് അല്ലെ? അപ്പൊ അതിൻ്റെ അകത്ത് നമ്മള് കയറുമ്പോ തന്നെ ശുദ്ധിയോടുകൂടി വേണം കയറാൻ. അതുപോലെയാണ് ഈ ബീച്ചിലും. ഈ ബീച്ചിൽ വരുമ്പോൾ പ്രത്യേകിച്ച് ഈ ക്ഷേത്രത്തോട് ചേർന്നുള്ള ബീച്ചാകുമ്പോൾ അതിൻ്റെതായ ചിട്ടകളൊക്കെ പാലിക്കേണ്ടതുണ്ട്. ഇത് കണ്ട, ഒരഴുക്ക് പോലും ഇല്ല. പിന്നെ നമ്മൾ ആ കയറുന്ന ഭാഗത്തും അതുപോലെ തന്നെയാണ്. കൂടുതൽ ആൾക്കാർ അപ്പൊ വണ്ടി പാർക്ക് ചെയ്തിട്ട് നേരെ അങ്ങോട്ട് തന്നെയാണ് പോകുന്നത്. ഇത്ര ഉള്ളിലോട്ട് കയറി വരുന്നില്ല. അപ്പൊ അവിടെയൊക്കെ ഭയങ്കര തിരക്ക് കാണുന്നുണ്ട്. സാധാരണ നമ്മള് കേരളത്തിലുള്ള പല പല ബീച്ചുകളിലും ഗോവയിലൊക്കെ പോയി അടിച്ചു പൊളിക്കുന്ന പോലൊന്നുമല്ല. ശുദ്ധമായ നല്ല ഒരു മനസ്സോടുകൂടിയും നമ്മുടെ പ്രവൃത്തിയിലും അതൊക്കെ പാലിച്ചിട്ടാണ് ആ ഒരു ബീച്ചിൽ തന്നെ വരുന്നത്. ഏറ്റവും കൂടുതൽ തീർത്ഥാടകർ അവിടെ വന്ന് നല്ല ഭക്തിയോടുകൂടിയാണ് ഈ ഒരു കടലിനെ കാണുന്നത് തന്നെ. അപ്പൊ നമുക്ക് ആദ്യം തന്നെ അതിന്റെ തുടക്കത്തിൽ കാണാൻ പറ്റും. അങ്ങനെ ഞങ്ങള് റെസ്റ്റോറന്റിൽ കയറി ഫുഡൊക്കെ കഴിച്ച്, അപ്പൊ ഫുഡ് കഴിച്ച വീഡിയോ ഒന്നും ഇതിന്റെ അകത്തൊന്നും ഇട്ടൊന്നുമില്ല കേട്ടോ. കുറച്ചു നേരമൊക്കെ എന്തായാലും റെസ്റ്റ് ചെയ്ത്. പക്ഷെ ഇവിടെ നമുക്ക് നിൽക്കാൻ പോലും പറ്റുന്നില്ല. അസഹ്യമായ ചൂട്, താങ്ങാൻ പോലും പറ്റുന്നില്ല കേട്ടോ. എന്ത് ലഗേജാണെന്ന് നോക്കിയേ. ഈ ലഗേജ് ചുമന്നിട്ട് ഈ വണ്ടി ഓടിക്കുന്ന ഈ ആശാനെ സമ്മതിക്കണം. കാലില് ആദ്യമൊക്കെ വീഡിയോ കാണുന്നവർക്കറിയാം, സർജറി ചെയ്തിട്ട് മേജർ സർജറി കഴിഞ്ഞ് കമ്പി ഇട്ടേക്കുവാണെന്ന് കാലിന്. അപ്പം അതും എന്നെയും വഹിച്ച് ഈ ഓവർലോഡും ഒക്കെ വഹിച്ചിട്ട് ഫ്രണ്ടിലും കൂടെ ലാപ്ടോപ്പും കൂടെ തൂക്കിയിട്ടാണ് ഈ ഒരു പോക്ക്. എന്തായാലും നമ്മള് ഇവിടം വരെ ഒരു കുഴപ്പമില്ലാതെ എത്തി. ഗോവ മൊത്തം കറങ്ങി. അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് ഓരോ സ്ഥലത്തും ഇങ്ങനെ കയറി കുറച്ചും കൂടെ കഴിയുമ്പോ വേണം നമ്മുടെ നാട്ടിൽ എത്താൻ. എന്തായാലും ഇനിയും ഒരുപാട് ബീച്ചുകളുണ്ട് ഇവിടെ. ഗോകർണ ബീച്ച് ഉണ്ടല്ലോ. അപ്പം ഗോകർണ ബീച്ച് ഇതാണ്. അതുപോലെ തന്നെ ഗോകർണയിലെ ഓം ബീച്ച് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ബീച്ചാണ് ഓം ബീച്ച്. ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ വരുന്നുണ്ട്. പക്ഷെ അതിന്റെ അകത്തോട്ട് കയറായിച്ച് പാടാണ്. സാധാരണപ്പെട്ടവർ വന്നാലൊന്നും അങ്ങോട്ടൊന്നും പോകാനിച്ച് മടിക്കും. കാരണം അത്രമാത്രം സ്റ്റെപ്പുകളാണ്. താഴോട്ട് ഇറങ്ങി 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 ഒരു പരുവമായ അവിടെ എത്തത്തുള്ളൂ. അവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്തായാലും സൂപ്പറാണ്. ഇവിടെയൊക്കെ കയറിയിട്ട് വേണം നമുക്ക് ലാസ്റ്റ് ഇനി അങ്ങോട്ട് പോകാൻ. ഇത് കണ്ടില്ലേ, ഞാൻ പറയില്ലേ, ഈ ബീച്ചിന്റെ ആദ്യ ഭാഗത്ത് വേണം ഈ സ്റ്റാർട്ട് ചെയ്യുന്ന ബീച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗത്താണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്നത്. ഇത് എന്താ, എല്ലാം പുറം സ്ഥലത്ത് നിന്ന് വന്നിട്ടുള്ള വാഹനങ്ങളാണ് ഈ കിടക്കുന്നത്. ഇവിടെയൊക്കെ ധാരാളം കടകളും ഉണ്ട്. ഇതുണ്ട, ഇതാണ് ക്ഷേത്രത്തോട് ചേർന്ന് കിടക്കുന്ന ഭാഗം. അത് കാരണം എല്ലാരും വന്നിട്ട് നേരെ അങ്ങോട്ടാണ് പോകുന്നത്. നമ്മളങ്ങ് ഉള്ളിലോട്ടാണ് പോയത്. അത്രയൊന്നും ദൂരം വെയിലും കൊണ്ടൊന്നും ആരും പോകത്തില്ല. എന്തായാലും നല്ല ഒരു യാത്രയായിരുന്നു. ഇങ്ങനെ ഒരു കാഴ്ച കാണാനും പറ്റി.
അല്ലേ? ഇങ്ങോട്ട് വരും തോറും എന്ത് രസമാണെന്ന് നോക്കിയേ, കണ്ടാ? അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പം ഞങ്ങൾ ഇനി അടുത്ത ബീച്ചിൽ പോവാണ്. അടുത്ത വീഡിയോ കാണുന്നവരേക്കും ടാറ്റാ ബൈ ബൈ, സീ യു.